ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞങ്ങൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്കത്തെ ലഞ്ചിനാണ് ക്യാബേജ്. നമുക്കൊരു ചെറിയ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ ക്യാബേജ്, തേങ്ങ, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യമായ വെളിച്ചെണ്ണ. ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ക്യാരറ്റ് ഏറ്റവും എളുപ്പം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് വളരെ ഈസിയാണ്. ചോപ്പറിൽ വെച്ചാൽ ഞാൻ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ക്യാബേജോടുള്ള ഒരു തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച്, പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള കടുക് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അധികം മഞ്ഞൾപ്പൊടി ഇടണ്ട, ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. തേങ്ങ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. തേങ്ങ ഞാൻ ചേർക്കുമ്പോൾ ഇതൊന്ന് ആവി കയറിയതിന് ശേഷം, ആവി ഒന്ന് കയറി അതൊന്ന് സെറ്റായതിന് ശേഷമേ ഞാൻ തേങ്ങ ചെരുകിയത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരിയും കൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചേർക്കാത്തത്. നോക്കാം, ഇപ്പോൾ അത് ഒരുമാതിരി നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ കയറി ഒന്ന് ചെറിയതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്ത് ചേർക്കാം. തേങ്ങ ചെരുകി ഇതിലൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചെറുതീയിൽ വെച്ചാൽ മതി. ചെറുതീയിലിട്ട് ഒന്ന് ആവി കയറുന്നൊന്നും വെച്ച് അടച്ച് വെച്ച് ചെറിയ ആവി കയറട്ടെ, അങ്ങനെ വെക്കുക. ഒരു 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി. ചിലർക്കത് ക്യാബേജ് തോരൻ ഒരുപാടങ്ങ് വെന്ത് പോകുന്നത് ചിലർക്ക് താല്പര്യമില്ല. ഇന്ന് എനിക്കാണെങ്കിൽ ഒരു ചീര പച്ചയോടെ കിടക്കുന്നതിലും ഇഷ്ടം ഇച്ചിരി ഒന്ന് വെന്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ഇന്നുകൂടെ ഒന്ന് വെച്ച് ആവി കയറ്റും. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട്. നമുക്കൊന്ന് മീൻ വറുത്താലോ? നല്ല വറ്റ മീൻ ഞാൻ നേരത്തെ അത് വെട്ടി കഴുകി മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ. ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യലാണ് വറ്റ വറുത്തത്. എൻ്റെ പുറത്തേക്ക് 2 കറിവേപ്പിലയും കൂടി ഇടാം. ആ കറിവേപ്പിലയുടെ ആ മണവും ഒക്കെ ഇറങ്ങുമ്പോഴത്തേന് ആ മീൻ വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അതും അവിടെ അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേകട്ടെ. ആ മീൻ വറുത്തത് ഒരു വശം സെറ്റായി, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും റെഡിയായി. ഇനി പെട്ടെന്നൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാലോ?
ഇവിടെ കുട്ടികൾക്കൊക്കെ മാങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, പപ്പായ്ക്കും. അപ്പോൾ ഇതിനോട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതിനാവശ്യമായ മാങ്ങായും എല്ലാം കൂടെ പെട്ടെന്നൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് പെട്ടെന്നൊരു മാങ്ങാ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. എല്ലാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ജസ്റ്റ് ഒരു കഴിയുമ്പോഴത്തേന് അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തിയും റെഡി. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനെല്ലാം റെഡിയായി. ഓക്കെ.